ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാമിക്കുട്ടീനെ കണ്ടപ്പോൾ ദേ ഈ കോലത്തിലാട്ടോ കണ്ടേ. എല്ലാവരും പ്രസവിച്ച് അപ്പം തന്നെ കൊച്ചിനെ കാണുന്ന പോലെ എനിക്ക് അങ്ങനെ കാണാനുള്ള ഭാഗ്യമൊന്നും ഇല്ലായിരുന്നു. മാസം തികയാണ്ട് പ്രസവിച്ചുകൊണ്ട് തന്നെ കൊച്ചിനെ കൊണ്ട് പെട്ടെന്ന് ICUവിലേക്ക് പോവുക ചെയ്തേട്ടോ. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ടത്. അത് കഴിഞ്ഞ് ദേ ഒരു മാസമാകുമ്പോഴത്തേക്കും നമ്മൾ കൊച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ. ആൾ ഏകദേശം ഒരു മാസമാകുമ്പോഴത്തേക്കും കുറച്ച് ആക്റ്റീവായി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ ദേ നമുക്ക് 2-ാം മാസം ആകുമ്പോഴത്തേക്കും ആൾ ഇച്ചിരി കൂടി ആക്റ്റീവായി പാലൊക്കെ കുടിക്കാൻ തുടങ്ങി. 2 മാസം വരെ അവൾ പാലട ഫീഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് വലിച്ച് കുടിക്കാനൊന്നും അങ്ങനെ ആയിട്ടില്ലായിരുന്നു. പിന്നെ അതേ പെട്ടെന്ന് തന്നെ നമ്മുടെ കൊച്ച് 3-ാം മാസമായി. ആൾ നല്ല ആക്റ്റീവായി കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ദേ നമ്മുടെ കൊച്ചിനെ കളിപ്പാട്ടമൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 മാസം ആകുമ്പോഴത്തേക്കും ആൾ ഏകദേശം കമിഴ്ന്നു. എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. ദേ അച്ഛനൊക്കെ ഭയങ്കര കാര്യമാട്ടോ. അച്ഛൻ്റെ കൂടെ എപ്പോഴും അച്ഛനുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. 5-ാം മാസം ആകുമ്പോഴത്തേക്കും ആൾ എല്ലാവരുടെ അടുത്തും പോകാൻ തുടങ്ങി. എല്ലാവരെയും നോക്കും, ചിരിക്കും, കളിക്കും. കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചോളൂ കളിച്ചോളും കേട്ടോ. അപ്പം നമ്മളിതേ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിവിടെ കൊടുക്കാം കേട്ടോ. ദേ നമ്മുടെ കൊച്ചിങ്ങനെ കളിക്കുകയാണ്. ആൾക്ക് 5 മാസം ആകുമ്പോഴത്തേക്കും ഓൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ 6-ാം മാസത്തിൽ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം, എന്തായാലും 6 മാസമായല്ലോ, കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തപ്പോൾ ദേ ആളങ്ങ് ഉറങ്ങി. കുറേ എണീപ്പിച്ചു, പക്ഷേ അവൾ എണീറ്റില്ല. അപ്പോൾ അവളുടെ അച്ഛനിങ്ങനെ എണീപ്പിക്കുക കേട്ടോ. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, കൊച്ചെന്താ എണീക്കാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്ന് ഉറക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മൂപ്പര്. ദേ പിന്നെ കുറേ നോക്കി, ആൾ എണീറ്റില്ല. അപ്പോൾ പിന്നെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എണീപ്പിക്കാൻ പോയില്ല കേട്ടോ. അതേ അവൾ എണീക്കും, അപ്പോൾ അതേപോലെ അവൾ കണ്ണടയ്ക്കുകയും ചെയ്യും. പിന്നെ ഉറങ്ങുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 6-ാം മാസത്തെ ഫോട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദേ അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചിന് ഇപ്പം നമുക്ക് 7 മാസം കംപ്ലീറ്റ് ആയി. ദേ അവൾ 7 മാസം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ആൾ നല്ലോണം കളിക്കാനും ചിരിക്കാനും എല്ലാവരും തിരിച്ചറിയാനും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ദേ നമ്മുടെ കൊച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഒരു കൊച്ചിനെ കാണണം, കിട്ടണം എന്നൊക്കെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കൊച്ച് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു വെച്ച ക്ലിപ്പൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.